സുവിശേഷത്തിന് മാത്രമേ പാപത്തെയും അതിന്റെ കരാളഹസ്തത്തെയും തോൽപ്പിക്കാൻ കഴിയൂ. കാരണം പാപത്തിന്റെ ശമ്പളമായ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ഒരുവൻ മാത്രമേ ഈ ഉലക ചരിത്രത്തിലുള്ളൂ. അത് ഞങ്ങൾ അഭിമാനപൂർവ്വം ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മാനവർക്കിടയിൽ നൽകപ്പെട്ട ഏക നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ ക്രിസ്തുദേവന്റെ വിവിധമായ ദിവസങ്ങളും ഒക്കെ ആഘോഷിച്ച് ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായി പുകഴുന്നവരാണ് നമ്മിൽ അനേകം പേര്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി നാം എങ്ങനെ ജീവിക്കണം എന്നത് ബോധ്യപ്പെടുന്നതിന് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദുഃഖവെള്ളി യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടവരും മറച്ചു വെച്ചവരും ഇന്ന് രാവിലെ പോയി അതെടുത്തോണ്ട് വന്നവരും അഥവാ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഭേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായി അരിമത്യയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയിൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്ത് ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ചേർന്ന് അവരിരുവരും ചേർന്ന് 100 റാത്തൽ വിലയുള്ള ഒരു മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് അവർ യേശുവിന്റെ ശരീരം യഹൂദന്മാരുടെ മര്യാദ പ്രകാരം സുഗന്ധവർഗം പൂശി ശീലയിൽ പൊതിഞ്ഞു കെട്ടി കല്ലറയിൽ കൊണ്ടുപോയി വെച്ചു. നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കുന്നത് പോലെ യേശുവിന്റെ ശരീരം അവരെടുത്ത് 2-3-4 കുരിശും ഉണ്ടാക്കി അതിന്റെയൊക്കെ ചുറ്റും വെച്ച് കുറച്ച് കച്ചിയും വാരിയിട്ട് കുറച്ച് തുണിയും ചുറ്റി അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊണ്ടുവച്ചേച്ച് ഒരു വെള്ള തുണി ഇട്ട് പിന്നെ അതിന്റെ പുറത്തൊരു തുണി വെച്ച് പിന്നെ അതിന്റെ പുറത്തൊരു കുരിശ് വെച്ച് പിന്നെ 5-6 ഇതിലൊന്നും അല്ല യേശുവിന്റെ ശരീരം കൊണ്ടുവച്ചത്. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ആ മുറിവേറ്റ ശരീരത്തിൽ സുഗന്ധവർഗങ്ങളിട്ട് പൊതിഞ്ഞ് അവർ ശീലയിൽ പൊതിഞ്ഞാണ് യേശുവിന്റെ ശരീരം അന്ന് വരെ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ കൊണ്ടുവച്ചത്. ഇനി നിങ്ങൾ ഓർക്കണം, ആ കൊണ്ടുവച്ചപ്പോ എങ്ങനെയാണെന്ന് ഓർക്കണം, ഒന്നുകൂടെ മറന്നു പോകരുത്. എല്ലാ പാരമ്പര്യ ക്രിസ്ത്യാനിയുടെയും കാതിൽ ഇത് പതിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. കൊണ്ടുവച്ചത് സുഗന്ധദ്രവ്യങ്ങൾ പൊതിഞ്ഞ് ശീല ചുറ്റി അവന്റെ തലയിൽ റൂമാൽ കൊണ്ട് ചുറ്റിയാണ് കല്ലറയിൽ കൊണ്ടുവച്ചത്. എന്നാൽ 3-ാം നാൾ യേശുവിനെ സ്നേഹിച്ചിരുന്ന തന്റെ ശിക്ഷകണം ആ കല്ലറയിൽ ചെന്ന് നോക്കുമ്പോൾ ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഇത് ഈ നാടിനോടുള്ള സന്ദേശമാണ്. യേശുവിന്റെ ശരീരം കാണുവാൻ അല്ലെങ്കിൽ വീണ്ടും പോയവർ 3-ാം നാൾ പോയപ്പോൾ ആരും പോയി അത് മാന്തി എടുത്ത് തുണിയൊക്കെ മാറ്റി പിന്നെയും വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചതല്ല. അവർ ചെന്ന് നോക്കിയപ്പം അവിടെ യേശുവിന്റെ ശരീരം ഇല്ല. കാരണം അവൻ ഉയിർത്തെഴുന്നേറ്റു. യേശുവിനെ ഈ ലോകത്തിലെ ആരും, ഒരു പാസ്റ്ററും ഒരു സെന്റർ പാസ്റ്ററും ഒരച്ഛനും ഒരു ബിഷപ്പും ഒരു കപ്പിയാരും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയും ഉയർപ്പിച്ചതല്ല, യേശു ഉയിർത്തെഴുന്നേറ്റതാണ്. ഉയിർത്തെഴുന്നേറ്റപ്പോൾ ഒരു കാര്യം കേൾക്കണം, അതാണ് എന്നെ ചിന്തിപ്പിച്ച വിഷയം. യേശുവിന്റെ പുറത്ത് ചുറ്റിയിരുന്ന ശീലയില്ലയോ, അത് ആ കല്ലറയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. ബൈബിൾ ഉള്ളവർ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിച്ചു നോക്കണം. ഇല്ലാത്തവർ ഞങ്ങളെ സമീപിച്ചാൽ ബൈബിളും നൽകാം, അത് വേദഭാഗത്തിന്റെ അർത്ഥം കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരാം. അവിടെ നമ്മൾ കാണുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് പോയി തന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീല ചുരുട്ടി ആ കല്ലറ വെച്ചിട്ടുണ്ട്. പക്ഷെ വെച്ചപ്പോ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, സുഗന്ധദ്രവ്യം പൊതിഞ്ഞാ വെച്ചിരുന്നത്. അത് അവിടെ മാറ്റി വെച്ചതായിട്ട് പറയുന്നില്ല. കാരണം കഴിഞ്ഞ 3 രാത്രിയും 3 പകലും കൊണ്ട് ആ സുഗന്ധദ്രവ്യം യേശുവിന്റെ ശരീരത്തോട് അലിഞ്ഞു ചേർന്നു. നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ സമീപിക്കണം, എങ്ങനെ യേശുവിനോട് ചേരണം എന്നുള്ള ഉത്തമമായ ഒരു ഉദാഹരണമാണിത്. നാം ഒരു സുഗന്ധദ്രവ്യം പോലെ യേശുവിനോട് അലിഞ്ഞു ചേരുന്നവരായിരിക്കണം. പാരമ്പര്യം കൊണ്ട് ചുറ്റിയിരുന്നാൽ പോരാ. ഞങ്ങൾ ഇത്ര കാലം മുമ്പുള്ള പള്ളിക്കാരാ, ഞങ്ങളാ ഈ ചർച്ച് പണിയാനുള്ള പൈസ കൊടുത്തത്, ഞങ്ങളുടെ പറമ്പിലാ ഇപ്പൊ ഇത് നിൽക്കുന്നത്, ഞങ്ങളുടെ മൂലയ്ക്കാ കുരിശ നിൽക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഈ വേദഭാഗം പറയുന്ന അനുസരിച്ച് നോക്കിയാൽ
പാരമ്പര്യം പറഞ്ഞ് ക്രിസ്തുവിനെ ചുറ്റിയിരിക്കുന്ന സകല ശീലകളെയും അടിച്ച് ചുരുട്ടി കല്ലറയിൽ വെച്ചേച്ച്, എവിടെ? കല്ലറയിൽ വെച്ചേച്ച്, പുറത്തുപോലുമല്ല, കല്ലറയ്ക്ക് ഉള്ളിലിട്ടേച്ച് പോകും. ഒറ്റ വാക്കിൽ പറയാം, ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനൊപ്പം നാം കാണണമെങ്കിൽ പാരമ്പര്യം വിട്ടിട്ട് ഉപദേശവും അനുഭവവും പ്രാപിക്കണം. ദൈവസഭയുടെ അനുഭവവും ഉപദേശവും നാം പ്രാപിക്കുന്നവരായിരിക്കണം. അപ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നാം കാണൂ. പള്ളിയുടെ ബുക്കിൽ പേര് കാണും. ശവക്കോട്ടയിൽ പണിത് വെച്ചിരിക്കുന്ന വലിയ സെല്ലിനകത്ത് ഒരു സെല്ല് നിങ്ങളുടെ കുടുംബത്തിന്റെ ആയിരിക്കും. ഒരു പ്രയോജനവുമില്ല, ഈ ഭൂമി കിടക്കും. എന്നാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിങ്കൽ യേശുവിനോടുകൂടെ, ഒന്നുകൂടെ വ്യക്തമായി പറയാം, ആകാശമേഘങ്ങളിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ തനിക്കായി കാത്തു നിൽക്കുന്ന സഭയെ തന്നോട് ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പുനരുദ്ധാനം പ്രാപിച്ചു ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഉപദേശമനുസരിച്ചും അനുഭവം കൊണ്ടും ദൈവവചനപ്രകാരം ക്രിസ്തുവിനെ അറിഞ്ഞവരും ധരിച്ചവരും യേശുവിനോട് ചേർന്നവരുമായിരിക്കണം. പാരമ്പര്യത്തിന്റെ ഒരു കീറത്തുണി പോലെയാണെങ്കിൽ സകല പാരമ്പര്യവും ഈ ഭൂമിയിൽ കല്ലറയിൽ എന്നതുപോലെ ഉപേക്ഷിക്കപ്പെടും. ആ യേശുവിനെ സ്വീകരിക്കാൻ വിശുദ്ധ വചനമനുസരിച്ചും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരിലൂടെയും തിരുവചനത്തിലൂടെയും നമുക്ക് പകർന്നു നൽകിയ ഉപദേശങ്ങൾ അനുസരിച്ചും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ രക്ഷാ സന്ദേശങ്ങളോട് ചേർന്നുള്ള കൽപ്പനകൾ അനുസരിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ രണ്ട് വാഗ്ദത്തങ്ങൾ പറയാം. ഒന്ന് നിത്യജീവൻ എന്ന സ്വർഗീയവാസം എന്നതും, രണ്ട് ഇഹലോകവാസത്തിൽ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ തലമുറയിൽ അനുഗ്രഹമായി തരും. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായി തരും. എല്ലാത്തിനും അപ്പുറം മരണാനന്തരം നമുക്ക് ക്രിസ്തുവിനോടുകൂടി ഒരു നിത്യജീവൻ. എന്ത് മരണാനന്തരമോ? ഒട്ടനവധി പേര് ഇപ്പം മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അതുകൂടെ പറഞ്ഞു നിർത്താം. നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവായി 7, 8, 9 മാസം നിങ്ങൾ കിടന്ന കാലമുണ്ടല്ലോ. അന്ന് ആ വയറ്റിനുള്ളിൽ കിടന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു റോഡുണ്ടെന്ന്. ഈ ചുറ്റും കാണുന്ന ഓട്ടോയും ഈ കാറുകളും പോലെ, അല്ലെങ്കിൽ ഈ മരങ്ങൾ പോലെ, ഈ കെട്ടിടങ്ങൾ പോലെ, മുകളിൽ കാണുന്ന ആകാശം, ഈ താഴെ കാണുന്ന ഭൂമി, വെള്ളവും സമുദ്രവും ആഴിയും ഇതിനെ ചലിക്കുന്ന മൃഗങ്ങളുമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന കാലം അറിയത്തില്ലായിരുന്നു. എന്നാൽ ജനനം എന്ന പ്രോസസ്സിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന നിങ്ങൾ നേഴ്സിനെ കണ്ടു, ഡോക്ടറെ കണ്ടു, ആശുപത്രി കറങ്ങി കിടക്കുന്ന ഫാൻ കണ്ടു, വെട്ടം കണ്ട്, വെളിച്ചം കണ്ട്, അമ്മയെ കണ്ട്, അപ്പനെ കണ്ട്, സഹോദരങ്ങളെ കണ്ടു. പുറത്തോട്ട് വന്ന് കളിച്ചു വളർന്ന പ്രായം തൊട്ട് നമ്മൾ കാണുകയാണ് ഈ ഭൂമിയിൽ കാണുന്ന റോഡും വീടും ഈ പറയുന്ന വൃക്ഷലതാദികളും സസ്യലതാദികളും ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സമുദ്രവും ഇതൊക്കെ നമ്മള് ജനനം എന്ന പ്രോസസിന് ശേഷം കണ്ടതാ. ഇതുപോലെ ഒരു ദിവസം ഇന്ന് മരണാനന്തര ജീവിതം ഇല്ലെന്നും ഒരാത്മജീവിതം ഇല്ലെന്നും ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, മരണം എന്ന പ്രോസസ്സിലൂടെ ഈ ഭൂമി വിട്ടുപോകുന്നതിന്റെ അന്ന് നിങ്ങൾ കാണും ഒരാത്മലോകമുണ്ട്. ആ ആത്മലോകത്തിൽ അത് സ്വർഗീയ സന്തോഷങ്ങളിൽ, നിത്യസമാധാനത്തിൽ, ജീവനുള്ള ദൈവത്തോടു കൂടെ വസിക്കണമോ, അതോ പാപികളായ സകലർക്കും പിശാചിനുമൊപ്പം അഗ്നി നരകങ്ങളിൽ കഴിയണോ എന്നത് അത് തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. 4 വിരൽ നീളമുള്ള 60, 70, ഏറെയായാൽ 80 മാത്രം പ്രായമുള്ള ഈ ഭൂമിയിലെ വാസം. ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പിൽ നമ്മൾ നിൽക്കുക. ഞാൻ പറഞ്ഞത് കേരള ഇലക്ഷന്റെ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ്. യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ തെരഞ്ഞെടുക്കുവാൻ, സ്വർഗീയ സന്തോഷം തെരഞ്ഞെടുക്കുവാൻ, മരണാനന്തര ജീവിതത്തിൽ സമാധാനത്തിൽ ജീവനുള്ള ദൈവത്തോടൊപ്പം സന്തോഷത്തിൽ സ്വർഗത്തിൽ വസിക്കുവാനുള്ള തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഈ ഭൂമിയിൽ സുബോധത്തിൽ നമുക്ക് ലഭിച്ച കാലം എന്ന് പറയുന്നത്. അത് ഉത്തമമായ തിരഞ്ഞെടുപ്പ് നടത്തി യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ, രക്ഷകനായി സ്വീകരിക്കുവാൻ, ക്രിസ്തു മുഖാന്തരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെപ്പാൻ നിങ്ങൾക്കൊരു നല്ല തെരഞ്ഞെടുപ്പ് എടുക്കാൻ കഴിയട്ടെ. ഞങ്ങൾ ഏവരും ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എങ്ങനെ രക്ഷകനായി സ്വീകരിക്കാൻ? ഒരു 10 പൈസ വേണ്ട, ഒരു പടക്കം പൊട്ടിക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട.
ഒരു നേർച്ചയും വേണ്ട, ഒരു മലയും കയറണ്ട. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ച ക്രിസ്തു 30 വയസ്സ് വരെ തന്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് അടങ്ങി മാതൃകയോടെ ജീവിച്ച 3.5 വർഷത്തെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ സ്നേഹത്തിന്റെ സന്ദേശം കൊണ്ട് പാലസ്തീന്റെ പച്ചമണ്ണ് ഉഴുതിമറിച്ച ക്രിസ്തു മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നത്. മരിക്ക മാത്രമല്ല, പിരിവെടുത്തതിൻ പ്രകാരം അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നതും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, യേശു എന്റെ പാപങ്ങളുടെ പരിഹാരാർത്ഥം മരിച്ചു, ഉയർത്തു, ജീവിക്കുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, യേശു എന്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിപ്പാനും ആധാരം കൊണ്ട് പറവാനും തയ്യാറാണെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരും, യേശു നിങ്ങളുടെ കുടുംബത്തിൽ വരും, യേശുവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയും, യേശുവിന് നിങ്ങളുടെ തലമുറയെ നയിക്കാൻ കഴിയും, യേശുവിന് നിങ്ങളെ നിത്യസമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും നയിക്കാൻ കഴിയും.